സങ്കടത്തിൻ്റെ നിമിഷത്തിലാണ് മഗ്ദലന മറിയവും ശിഷ്യന്മാരെല്ലാവരും. ആ സങ്കടത്തിനൊടുവിലാണ് കല്ലറയിൽ പ്രാർത്ഥിക്കാനായിട്ട് അവർ ചെല്ലുന്നത്. എല്ലാ ശിഷ്യന്മാരും പോയില്ല. മഗ്ദലന മറിയവും പത്രോസും കൂടെ ഒരു ശിഷ്യനും മാത്രമേ പോയിട്ടുള്ളൂ. ആ ശിഷ്യൻ്റെ പേര് സുവിശേഷത്തിൽ പറഞ്ഞിട്ടുമില്ല. എന്തായാലും ഒരു 3 പേര് യേശുവിനെ കാണാൻ പോയി എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കിതിൽ നിന്ന് മനസ്സിലാകും. സ്ത്രീകളാണല്ലോ എല്ലായിടത്തും തിരക്കൂട്ടുന്നത്. കാരണം അവർ ഇമോഷണലി ഒത്തിരി വീക്കാണ്. അതുകൊണ്ടാണ് ഇവർക്ക് മുമ്പേ മഗ്ദലന മറിയം ആദ്യമേ പോയത് മരിച്ച ക്രിസ്തുവിനെ കാണാനാണ്, അവൻ്റെ കല്ലറയിൽ കാണാനാണ്. ആ സങ്കടത്തിൻ്റെ വേദനയുടെ വ്യാപ്തിയും അർത്ഥവും തിരിച്ചറിയാനാണ്. വിട്ടുപിരിയാൻ പറ്റുന്നില്ല. അങ്ങനെ മരിച്ചവൻ്റെ കല്ലറയ്ക്ക് മുമ്പിലാണ് അവൾ പോയത്. പക്ഷെ അവൾ നോക്കിയപ്പോൾ അവളുടെ സങ്കടത്തിന് കാരണമായ ഇടം ഇപ്പോൾ ശൂന്യമാണ്. അവിടെ ആളില്ല. എന്തിനോർത്താണ് അവൾ കരഞ്ഞത്? ആ സങ്കടം അവിടെ ഇല്ല. പിന്നീട് ശിഷ്യന്മാർ ഓടിപ്പോയി പറയുന്നു, അവരും വന്നു. ഒരാൾ അകത്ത് കയറി നോക്കിയപ്പോൾ ശരിയാണ്, അവിടെ ആളില്ല. ക്രിസ്തു മരിച്ചതിനോർത്താണ് അവരുടെ ഉള്ളിലെ ഭാരം. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ അവരുടെ സങ്കടത്തിന് കാരണമായ മരിച്ച ക്രിസ്തു അവിടെ ഇല്ല. കല്ലറ ശൂന്യമാണ്. ഇതാണ് സുവിശേഷത്തിൻ്റെ ക്ലൈമാക്സ്. ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ക്ലൈമാക്സ്. എന്ത് സങ്കടത്തിൻ്റെ പേരിലാണോ നിങ്ങൾ അവസാനം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നിങ്ങളെത്തുന്നത്, അവിടെ പിന്നീട് നിങ്ങളുടെ സങ്കടം കാണില്ല. അവിടെ ശൂന്യമായിരിക്കും. ആ കൃത്യമായ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി തരുന്നതാണ് ഉദ്ധാനം. അങ്ങനെ ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മരിച്ച ക്രിസ്തുവിനെ, സങ്കടത്തിന് കാരണമായ ക്രിസ്തുവിനെ അവിടെ അവർ കണ്ടില്ല. കാരണം അവർ സ്നേഹിച്ചിരുന്ന ക്രിസ്തു ആ സങ്കടത്തെ മറികടന്നിരിക്കുന്നു, ഉദ്ധാനം ചെയ്തിരിക്കുന്നു. നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭാരം കൊണ്ട് നിറഞ്ഞ് പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നിടത്ത് നമ്മൾ കണ്ടെത്തുന്ന ആ ഒരു കല്ലറയില്ലേ, ആ കല്ലറ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭാരമായി തീരുന്ന ആ സങ്കടം അതൊരിക്കൽ ശൂന്യമാകും. അവിടെ പുതിയൊരു അത്ഭുതം ഉണ്ടാകും. ആ അത്ഭുതത്തിന് വേണ്ടി കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ് 3 ദിവസം. ഒരു 3 ദിവസത്തെ വിശ്വാസത്തോടും സ്നേഹത്തോടുള്ള കാത്തിരിപ്പിന് മഹാത്ഭുതം ചെയ്യാൻ സാധിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.